റോമാലേഖനത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ദിവസങ്ങളിൽ. റോമാലേഖനത്തിൽ പ്രധാനമായിട്ട് ആദ്യത്തെ ഈ 3 അധ്യായങ്ങൾ സുവിശേഷത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു വിശദീകരണവും എന്തുകൊണ്ട് സുവിശേഷം എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് പൗലോസ് ഈ അധ്യായങ്ങളിൽ വിശേഷാൽ നൽകുന്നത്. പ്രാരംഭമായിട്ട് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി ദ ഡിപ്രൈവിറ്റി ഓഫ് ദ ജെന്റൈൽസ്, ജാതികളാകുന്നവരുടെ അവരുടെ അവസ്ഥ എന്ത് എന്നുള്ളതിനെക്കുറിച്ച്. അവർ ദൈവകോപത്തിൻ്റെ കീഴിലായിരിക്കുന്നു, ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് കീഴിലാണ് അവരെന്നുള്ള വസ്തുത നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് 2ഉം 3ഉം അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് വിശേഷിച്ചും 1-ാം അധ്യായം അതിൻ്റെ 8 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ യഹൂദന്മാരെക്കുറിച്ചുള്ളതാകുന്ന വിശദീകരണം നൽകുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ 16 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പ്രധാനമായിട്ട് ദൈവിക ന്യായവിധിയുടെ മാനദണ്ഡങ്ങൾ, അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ആർക്കും തെറ്റി ഒഴിവാൻ കഴിയത്തില്ലെന്നും ദൈവത്തിൻ്റെ ന്യായവിധി നീതിയുള്ളതാണെന്നും ദൈവത്തിൻ്റെ ന്യായവിധി അത് മുഖപക്ഷമില്ലാത്തതാണെന്നും എന്നു തുടങ്ങിയുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതേ തുടർന്ന് 17-ാമത്തെ വാക്യം മുതൽ പ്രധാനമായിട്ട് എക്സ്ക്ലൂസീവ്ലി 2-ാം അധ്യായം 1 മുതൽ 16 വരെ പൊതുവായിട്ട് യഹൂദന്മാരെയും മറ്റുള്ളവരെയും ചേർത്ത് പൗലോസ് പറയുന്നുവെങ്കിൽ 17-ാമത്തെ വാക്യം മുതൽ പ്രധാനമായിട്ട് യഹൂദന്മാരോട് ഉള്ളതാകുന്ന പൗലോസിൻ്റെ സംഭാഷണമാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 8 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ തങ്ങളുടെ പദവിയിലും തങ്ങൾക്ക് ലഭിച്ചതാകുന്ന ആ അനുഗ്രഹീതമാകുന്ന പ്രിവിലേജസിലും മതിമറന്ന് അതിൽ വളരെ അഹന്തയോടുകൂടെ അഹംഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും തങ്ങൾ ഒഴിവുള്ളവരാണ് എന്ന ചിന്തയോടുകൂടെ, അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ ആവശ്യകത തങ്ങൾക്കില്ല എന്ന ചിന്തയിലിരിക്കുന്ന യഹൂദന്മാരെ കുറിച്ചാണ് ഈ 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ചില വാക്യങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിക്കുകയുണ്ടായി. പോൾ ഈസ് ഡീലിംഗ് വിത്ത് ദ സെൽഫ് കോൺഫിഡൻസ്, റാദർ ദ ഓവർ സെൽഫ് കോൺഫിഡൻസ് ഓഫ് ജ്യൂസ് because of their privileges, because of their ancestry, because of their various blessings from God. ദൈവത്തിങ്കിൽ നിന്നുള്ളതാകുന്ന വിവിധ നിലകളിലുള്ളതാകുന്ന അവരുടെ അനുഗ്രഹങ്ങൾ, പദവികൾ, ഈ കാര്യങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞ് അതിൽ തന്നെ മതിമറന്ന് ആ ഒരു വിഷയം തന്നെ ദൈവിക ന്യായവിധിയിൽ നിന്ന് അവരെ എക്സംപ്റ്റ് ചെയ്യും എന്ന ഒരു ഫോൾസ് അഷ്വറൻസിൽ, തെറ്റായ ഒരു ചിന്തയിൽ, ഒരു ഉറപ്പിൽ തുടരുന്നതാകുന്ന യഹൂദന്മാരോട് സംസാരിക്കുന്ന വിഷയമാണ് നമ്മൾ ഈ 17-ാം വാക്യം മുതൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുൻപ് നമ്മൾ ചിന്തിപ്പാനായിട്ട് തുടങ്ങിയത്. ഇവിടെ യഹൂദന്മാർ ന്യായമായി പൗലോസിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ വേദഭാഗത്ത് പൗലോസ് ശ്ലീഹ നൽകുന്നത്. നമ്മൾ ഈ ഭാഗം അല്പം പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് മുൻപോട്ട് പോകും. ഈ 2ഉം 3ഉം അധ്യായങ്ങൾ കഴിയുമ്പോൾ ആ പ്രധാനപ്പെട്ട ബേസിസ് നമ്മൾ കവർ ചെയ്യും. പിന്നീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതൊരു പക്ഷേ അല്പം നോട്ട് സോ ഈസി ടു ഡൈജസ്റ്റ്, പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കട്ടിയുള്ള ആഹാരമായതുകൊണ്ട് അല്പം ഒരു വിരസതയൊക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളത് പഠിപ്പാനായിട്ട് താല്പര്യപ്പെടുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തിൻ്റെ വചനം ഗ്രഹിപ്പിച്ചു തരേണ്ടതിന് വളരെ വിനയത്തോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. ആ കാര്യം ആരംഭമായിട്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. കാരണം ഇത് പൗലോസ് തികച്ചും
ആസ് എ ഗുഡ് ലോയർ, ഒരു നല്ല വ്യവഹാരജ്ഞനെ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവം തനിക്ക് കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം അവരുടെ ഫോൾസ് അഷ്വറൻസിനെ ഓരോന്നായിട്ട് താൻ മാറ്റുകയാണ്. ഇറ്റ് ഈസ് സോ റീസണബിൾ ആർഗ്യുമെന്റ്. എങ്കിലും അത് പൗലോസിന്റെ ആ തിരുവഴുത്തിലുള്ളതാകുന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താനത് പറയുന്നതെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തനിക്ക് ഇൻസ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്നത് കൊണ്ടും ഇത് ദൈവവചനത്തിന്റെ ഒരു ഭാഗമാകൊണ്ടും നമ്മളത് പഠിപ്പാനായി താല്പര്യപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ കാര്യം നിങ്ങളോട് പറഞ്ഞത്. നമ്മളത് പഠിക്കുന്ന അലോങ് ദ വേ നമുക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഒത്തിരി പ്രിൻസിപ്പിൾസ്, ഒത്തിരി ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ അവിടെയുണ്ട്. അത് നമ്മുടെ ജീവിതത്തോട് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ വിഷയം ഇതാണ്. യഹൂദന്മാര് ന്യായമായിട്ട് ചോദിക്കും, ജാതികളെ ദൈവം ന്യായം വിധിക്കുമെന്നുള്ളത് അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പേർക്കൊണ്ടവരാകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളെന്ന് പറയാൻ കഴിയുന്ന, അതിന്റെ അടയാളമായിട്ട് ദൈവം ചില കാര്യങ്ങൾ നൽകിയവരാകുന്ന യഹൂദന്മാരെ ദൈവം ന്യായം വിധിക്കുമോ? ഇത് ന്യായമായ ഒരു ചോദ്യമാണ്. പ്രധാനമായിട്ട് അവര് ഊറ്റം കൊള്ളുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് പൗലോസ്ലീഹ അവരോട് ഈ വേദഭാഗത്ത് പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഞങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തില്ലേ? പൗലോസ് പറയുന്നു, തെരഞ്ഞെടുത്തു, ശരിയാ. മാത്രമല്ല, ജാതികളെ പോലെയല്ല ഞങ്ങൾ. ജാതികൾക്ക് പൊതുവാകുന്ന ദൈവിക വെളിപ്പാടേ ഉള്ളൂ. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഞങ്ങൾക്ക് പ്രത്യേകമാകുന്ന, സവിശേഷമാകുന്ന ദൈവിക വെളിപ്പാട് തന്നില്ലേ? ന്യായപ്രമാണം തന്നില്ലേ? ന്യായപ്രമാണം തന്നു. പിന്നീട് ന്യായപ്രമാണം തന്ന് ദൈവം ഞങ്ങളോട് ഉടമ്പടി ചെയ്തു എന്നതിന്റെ തെളിവായി ഞങ്ങളുടെ ശരീരത്തിൽ അടയാളമായി പരിച്ഛേദന എന്ന കർമ്മം ഞങ്ങൾ ആചരിക്കുന്നില്ലേ? അപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ തന്നെ ഞങ്ങൾക്കറിയാം, we are covenant people. God has made a covenant with us, and as a sign of that covenant, He has given circumcision, which we so religiously observe and obey. വളരെ വളരെ ഭക്തിയോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന, ദൈവം ഞങ്ങളോട് ചെയ്ത ആ ഉടമ്പടിയുടെ തെളിവാകുന്ന പരിച്ഛേദന ഞങ്ങളുടെ ശരീരത്തിലുണ്ട്. അപ്പം പരിച്ഛേദനയേറ്റവരാകുന്ന, ദൈവിക ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചവരാകുന്ന, ന്യായപ്രമാണം കരങ്ങളിൽ ലഭിച്ചവരാകുന്ന ഞങ്ങളെയും ജാതികളെ പോലെ ദൈവം ന്യായം വിധിക്കുമെന്നും ഞങ്ങളും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണെന്നും ദൈവത്തിന്റെ നീതിയുള്ള ആ ന്യായവിധിയിൽ ഞങ്ങളും വിധിക്കപ്പെടുമെന്ന് പറയുന്നതിൽ പൗലോസേ വലിയ പൊരുത്തക്കേടില്ലേ? ഇതാണ് പൗലോസ് അഭിമുഖീകരിച്ചതാകുന്ന ചോദ്യം. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടർന്ന് നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം ഒരു ചോദ്യ ഉത്തരം എന്ന നിലയിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ചോദ്യവും ഉത്തരവുമായിട്ട്, ആസ് എ ലിറ്റററി ഫോം ഓഫ് ഡയലോഗ്, ചോദ്യോത്തരമായിട്ട് താൻ പറയുന്നുണ്ട്. ഇത് പൗലോസിന്റെ ഇമാജിനേഷനിൽ അവരിൽ നിന്നുണ്ടാകാവുന്ന ചോദ്യങ്ങൾ എന്നതിനേക്കാൾ ഉപരി റിയൽ ലൈഫിൽ പൗലോസ് അഭിമുഖീകരിച്ചതാകുന്ന ചോദ്യങ്ങളാകാനാണ് വളരെ സാധ്യത. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് പ്രാരംഭമായിട്ട് തന്റെ ശുശ്രൂഷകൾ മിഷണറി യാത്രയിൽ ചെയ്തത് യഹൂദന്മാരുടെ പള്ളികളിലായിരുന്നു. യഹൂദന്മാരുടെ പള്ളികളിൽ, ആ പള്ളികളിൽ when he went into the synagogues of the Jews, when he was traveling on his missionary journeys, he first went into the Jewish synagogues, and the Bible says he reasoned
with them. വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന പദം ഇങ്ങനെയാണ്. അവിടെ താൻ അവരുമായി സംവാദിച്ചു. ആ പദം കണ്ടിട്ടുണ്ടോ? ഒരു 1-2 വാക്യങ്ങൾ പെട്ടെന്ന് അത് ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പദങ്ങൾ ഉണ്ടെന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വേദഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-1 വാക്യം ഒന്ന് വായിക്കണം. വേറൊരാൾക്ക് 17 വാക്യം വായിക്കാം, അതേ അധ്യായം തന്നെ. മറ്റൊരാൾക്ക് 18 അധ്യായം 4 വാക്യം, 19:8. Acts of the Apostles chapter 17 verse 1, also verse 17, chapter 18 verse 4, chapter 19 verse 8. ഈ വാക്യങ്ങളൊന്ന് വായിച്ചേ. ആ ആ ആ ആ ആ നോക്കുക, ആ പദപ്രയോഗം ശ്രദ്ധിച്ചോ? 3 ശബത്തുകളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. വാദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആ അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ he reasoned with them. അങ്ങനെയല്ലേ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്, he reasoned. അതായത് യേശുവാണ് മിശിഹ എന്നത് തിരുവെഴുത്തുകളെ ആധാരമാക്കി, പഴയ നിയമ തിരുവെഴുത്തുകളെ ബേസ് ചെയ്ത് അവരോട് റീസൺ ചെയ്തു. അപ്പൊ റീസൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വാദിക്കണമെങ്കിൽ ന്യായമായിട്ടും പല ചോദ്യങ്ങൾ താൻ അഭിമുഖീകരിച്ച് കാണുമില്ലേ? ഈ ചോദ്യങ്ങൾ തന്നെ പൗലോസ് അഭിമുഖീകരിച്ച് കാണും. അതായത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷവും നിങ്ങളെല്ലാവരും ദൈവകോപത്തിന്റെ കീഴിലാണെന്നും ഒക്കെ പറഞ്ഞപ്പം ന്യായമായിട്ട് യഹൂദന്മാര് ചൊടിച്ചു കാണും. എന്നായി പറയുന്നേ? ഞങ്ങളോടാണോ നീ ഇത് പറയുന്നത്? ഞങ്ങൾ ആരാന്ന് നിനക്കറിയാമോ? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. യേശുവിനോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ആർക്കും അടിമകളായിട്ട് ഇതുവരെ ഇരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ യഹൂദന്മാര് പൗലോസിനോട് തട്ടിക്കേറി കാണും, പൗലോസിനോട് വാദപ്രതിവാദം നടത്തി കാണും. അപ്പൊ അങ്ങനെ വാദപ്രതിവാദം നടത്തിയപ്പം ഈ ചോദ്യങ്ങളൊക്കെ അവർ ഉന്നയിച്ച് കാണും. അതായത് ജാതികളെ ദൈവം ന്യായം വിധിക്കുന്നെന്ന് പറഞ്ഞാൽ ജെന്റൈൽ ഡോഗ്സ്, അങ്ങനെയാണ് യഹൂദന്മാർ ജാതികളെ സംബോധന ചെയ്യുന്നത്. ജെന്റൈൽ ഡോഗ്സ്, നായ്ക്കൾ എന്നാണ് അവരെ വിളിക്കുന്നത്. പിന്നെ പറയുന്നത് അവരെ ദൈവം സൃഷ്ടിച്ചതിന്റെ ആവശ്യം തന്നെ ടു യൂസ് ദം ആസ് ഫ്യൂവൽ ഫോർ ഇറ്റേണൽ ഹെൽഫയർ, നിത്യമാകുന്ന നരകാഗ്നിയിൽ എരിക്കാനുള്ള വിറകായിട്ടാണ് ജാതികളെ ദൈവം ഉണ്ടാക്കിയതെന്നാണ് യഹൂദന്മാരുടെ ചിന്തയും. അവരങ്ങനെയാണ് വളരെ അഭിമാനത്തോടെ ചിന്തിച്ചിരുന്നത്, ദുരഭിമാനത്തോടെ. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന യഹൂദന്മാർ ന്യായവിധിയെക്കുറിച്ചും ദൈവിക ശിക്ഷയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ അവർ ന്യായമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോഴാണ് പൗലോസ് തിരുവെഴുത്തുകളിൽ നിന്നും he reasoned with them from the Old Testament scriptures. അതിന്റെ 17 വാക്യം ഒന്ന് വായിച്ചേ. സംഭാഷിച്ചു പോന്നു. 18 അധ്യായം 4 വാക്യം. നോക്കുക, പള്ളിയിൽ സംവാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയലോഗ്. അവര് ചോദ്യങ്ങൾ ചോദിക്കും, താൻ തിരിച്ചുത്തരം പറയും. താൻ അവതരിപ്പിക്കുന്ന വിഷയം അവർ കേട്ട് കഴിയുമ്പം നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം, യഹൂദന്മാരുടെ പള്ളിയിൽ പുറകിൽ ചെന്ന് അവിടെ ഇരിക്കുന്നുണ്ടേ. ഒരുപക്ഷെ ഈ പൗലോസിന്റെ വേഷമൊക്കെ കണ്ടിട്ടാകാം അദ്ദേഹം ഒരു യഹൂദ ടീച്ചറാണെന്ന് മനസ്സിലാക്കി പള്ളി പ്രമാണി ആളയച്ചിട്ട് പറയാം, സഹോദരന്മാരെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ സഹോദരന്മാരോട് പ്രബോധിപ്പാനുണ്ടോന്ന് ചോദിക്കും. അവർ മുൻപോട്ട് വരും, പ്രസംഗിക്കും യഹൂദന്മാരുടെ പള്ളിയിൽ. ആ ഒരു പ്രത്യേക പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രസംഗിച്ച ശേഷം പിന്നീട് അവര് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അവർ ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാളും ഉത്തമന്മാരായിരുന്നു. അവർ തിരുവെഴുത്തുകളെ ദിവസം പ്രതി അത് പ്രസംഗം കേട്ടത് മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അപ്പൊ അവര് പരിശോധിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു.
18-ാം അധ്യായത്തിലും അതിനെ നമ്മൾ കാണുന്നു. ഇനിയും വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, തന്റെ ശുശ്രൂഷ കാലയളവിൽ പൗലോസ് ന്യായമായിട്ടും അഭിമുഖീകരിച്ചതാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ നൽകുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയം, 1 ന്യായപ്രമാണം, 2 ദൈവത്തിന്റെ ഉടമ്പടി, 3 ദൈവീക ഉടമ്പടിയുടെ ചിഹ്നമാകുന്ന പരിച്ഛേദന ജഡത്തിലേറ്റു. അപ്പൊ ന്യായപ്രമാണവും പരിച്ഛേദനയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത് രണ്ടും ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഞങ്ങളെ എങ്ങനെ ദൈവത്തിന് ന്യായം വിധിക്കാൻ കഴിയും? ഇത് അവരുടെ ചോദ്യമാണ്. കാരണം ദൈവം ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്തു, ദൈവം ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നു, ദൈവം ഞങ്ങൾക്ക് അതിന്റെ അടയാളമാകുന്ന പരിച്ഛേദന തന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എങ്ങനെയാണ് ഞങ്ങളെ ന്യായം വിധിക്കാൻ കഴിയുന്നത്? പൗലോസ് അതിന്റെ മറുപടി നൽകിയ. അങ്ങനെ മറുപടി നൽകുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് താൻ പറയുന്നു. അതിന്റെ 17 മുതൽ 24 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെക്കുറിച്ചും ആ ന്യായപ്രമാണവുമായി യഹൂദന്മാർക്കുള്ള ബന്ധത്തെക്കുറിച്ചും പൗലോസ് വിശദീകരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയുണ്ടായി, ഏകദേശം 8 പദപ്രയോഗങ്ങൾ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ യഹൂദന്മാരെ കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നു. നമ്മളത് വിശദീകരിച്ചു, അതുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1, നീ യഹൂദൻ എന്ന് പേർ കൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നു. 2, നീ ദൈവത്തിൽ പ്രശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നു, ന്യായപ്രമാണത്തിൽ നിന്ന് നീ പഠിക്കുന്നു, അതുകൊണ്ട് നിനക്ക് അവന്റെ ഇഷ്ടമറിയാം, നീ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവനാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നു, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം നിനക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടി, അതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവനാണ്, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ. അപ്പോൾ ഇതാണ് യഹൂദന്റെ സ്ഥാനം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായ യെശയ്യാ പ്രവചനത്തിലെ യഹൂദന്റെ, നീ ജാതികൾക്ക് നിന്നെ ഞാൻ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് യഹൂദനോട് പറയുന്നു. അപ്പോൾ യഹൂദന്റെ പദവി എന്നുള്ളത് ജാതികൾക്ക് വെളിച്ചമായിട്ടും വഴികാട്ടിയായിട്ടും ദൈവം അവനെ തെരഞ്ഞെടുത്തു, ന്യായപ്രമാണം അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര അഭിമാനത്തോടുകൂടെ, ദുരഭിമാനത്തോടുകൂടെ, അതിലാശ്രയിച്ചും പുകഴ്ച പ്രാപിച്ചും ഒക്കെ ഇവനിങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അവരുടെ പ്രശ്നം എന്താ? താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അവരുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളെല്ലാം അവര് ഉപദേശിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എന്തില്ല, അവരത് ജീവിക്കുന്നില്ല. അതായിരുന്നു അവരുടെ പ്രശ്നം. താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ന് വേണ്ട ആ കാര്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുന്നു. അപ്പോൾ അവരോട് താൻ പറയുകയാണ്, അപ്പോൾ നിശ്ചയമായിട്ട് ഇവിടെ ഒരുപക്ഷെ താൻ വിശദീകരണം നൽകുന്നില്ലെങ്കിലും യഹൂദന്മാരുടെ പള്ളികളിൽ പ്രസംഗിച്ചപ്പോൾ അവർക്ക് ബോധ്യം വരുമാറ് അവരോട് സംസാരിച്ചെന്ന എഴുതിയേക്കുന്നത്, ബോധ്യം വരുമാറ്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻസസ്, ഓരോ കാര്യങ്ങൾ എടുത്തു കാട്ടി, നിങ്ങൾ ഇവിടെയെല്ലാം പിഴയ്ക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ദൈവത്തിന്റെ നീതിയുള്ള ശിക്ഷയ്ക്ക് കീഴിലാണെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ ന്യായപ്രമാണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നുള്ളതല്ല വിഷയം. അതിനേക്കാൾ ഉപരി നീ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നില്ല, അതുകൊണ്ട് നീയും ശിക്ഷയ്ക്ക് കീഴിലാണെന്ന് അവരോട് പറയുകയാണ്. ഒന്നാമത് ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമത്, അതിന്റെ 25 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ പരിച്ഛേദനയെക്കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് പോകാം. പ്രിയമുള്ളവരെ,
ന്യായപ്രമാണം അവരുടെ കയ്യിൽ ലഭിച്ചതോ അവർക്ക് ആ പദവി കിട്ടിയതോ മാത്രമല്ല, ഈ സർക്കംസിഷൻ, പരിച്ഛേദന എന്ന ദൈവിക ഉടമ്പടിയുടെ തെളിവ് അവരുടെ ശരീരത്തിൽ വഹിക്കുന്നതോ അവരെ ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരാക്കുന്നില്ലെന്ന് പൗലോസ് പറയുക. വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ശരീരത്തിലുള്ള ചിഹ്നമായിട്ടാണ് പരിച്ഛേദന ദൈവം അവർക്ക് കൊടുത്തത്. God gave Abraham as a sign in his body of the covenant he made with him. താനുമായിട്ട് ചെയ്തതാകുന്ന ആ ഉടമ്പടിയുടെ സൈനാണ് പരിച്ഛേദന. അത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തില് അതിന്റെ 9 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദ ഉപദേഷ്ടാക്കന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: An Israelite who is circumcised will not descend into Gehenna, the place where it is burning all the time. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നരകമെന്ന് അവര് വിളിക്കുന്ന ഗഹന്നയിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് പരിച്ഛേദനയേറ്റ ഒരുവനെ ദൈവം രക്ഷിക്കുമെന്ന് അവര് പഠിപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവം നൽകിയതാകുന്ന ആ ഉടമ്പടിയുടെ ചിഹ്നത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടും ആ ഉടമ്പടിയുടെ പിറകിലുള്ള ദൈവീക പ്രമാണങ്ങളെ അനുസരിക്കാതെ അന്ധമായി ആ ഉടമ്പടിയുടെ ചിഹ്നത്തിൽ ആശ്രയിച്ച് അതിൽ പുകഴ്ന്നുകൊണ്ട് അവരങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ളതാകുന്ന ഒത്തിരി തെറ്റായ പഠിപ്പിക്കലുകൾ അവരുടെ ഇടയിൽ വന്നു. അതായത് പരിച്ഛേദന ഏറ്റവരാകുന്ന യഹൂദന്മാരെ ഒരിക്കലും, ഒരുവൻ പരിച്ഛേദന ഏറ്റവനാണെങ്കിൽ അവനെ നരകത്തിലേക്ക് ദൈവം വിടുകയില്ല. നരകത്തിലേക്ക് അവനെ വിടാതെ ഇരിക്കുന്നതിനുള്ളതാകുന്ന ഒരു സേഫ്റ്റി മെക്കാനിസമാണ് പരിച്ഛേദന എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. ഇതായിരുന്നു അവരുടെ ധാരണ. എന്നാൽ പൗലോസ് ഈ അബദ്ധധാരണകളെ എങ്ങനെയാണ് ഖണ്ഡിപ്പാനായിട്ട് താൻ ശ്രമിക്കുന്നത്? 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. എന്ന് വെച്ചാൽ എന്താണ് പൗലോസ് പറയുന്നത്? ഒന്ന്, പരിച്ഛേദന എന്ന ആ ദൈവിക ഉടമ്പടിയുടെ ചിഹ്നം ദൈവത്തിങ്കിൽ നിന്നും വന്നു എന്ന കാര്യം താൻ നിഷേധിക്കുന്നില്ല. ദൈവമാണത് നൽകിയത് എന്നത് പൗലോസ് നിഷേധിക്കാതെ തന്നെ ആ ഉടമ്പടി ലഭിച്ചിരിക്കുമ്പോൾ ഉടമ്പടിക്ക് കീഴിലേക്ക് ആ അടയാളത്തിന്റെ തെളിവായിട്ട്, അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ തെളിവായിട്ട് ശരീരത്തിൽ അടയാളം അവരനുഭവിച്ച് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ചിഹ്നത്തെക്കാൾ ഉപരിയായി ന്യായപ്രമാണം അവരനുസരിപ്പാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പരിച്ഛേദന കൊണ്ട് പ്രയോജനമില്ലെന്നാണ് പൗലോസ് പറയുന്നത്. ഗലാത്യ ലേഖനത്തില്
ഇതേ കാര്യം തന്നെ താൻ പറയുന്നുണ്ട് ഗലാത്യ ലേഖനം 5:3. ഗലേഷ്യൻസ് 5:3. നോക്കുക, അപ്പോൾ പരിച്ഛേദന ഏറ്റു എന്നതല്ല വിഷയം. പരിച്ഛേദന ഏറ്റത് ആ ന്യായപ്രമാണം നിനക്ക് ദൈവം തന്നതുകൊണ്ടാണ്, അതിന്റെ അടയാളമാണ്. അപ്പൊ അതിനേക്കാളും പ്രാധാന്യം നീ ആ ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ന്യായപ്രമാണം അനുസരിക്കാതെ പരിച്ഛേദന ഏറ്റാൽ അതിനൊരു പ്രയോജനവും ഇല്ലെന്നാ പൗലോസ് തുടർന്ന് പറയുന്നത്. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. പിന്നെ 26-ാമത്തെ വാക്യം, 25-ന്റെ അവസാനം 26-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കുക, അപ്പോൾ അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, നിനക്ക് പരിച്ഛേദനയുണ്ട്, പക്ഷെ നീ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. അപ്പോൾ സർക്കംസിഷൻ, പരിച്ഛേദന മൈനസ് അനുസരണം. പരിച്ഛേദനയുണ്ട് പക്ഷെ അനുസരിക്കുന്നില്ല, ഈസ് ഈക്വൽ ടു എന്തുവാ? അഗ്രചർമ്മം. മനസ്സിലായോ? പൗലോസിന്റെ ആ ഒരു ഇക്വേഷൻ അവിടെ ശ്രദ്ധിക്കണം. നിനക്ക് പരിച്ഛേദനയുണ്ട് പക്ഷെ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നീ ആരായി തീർന്നു? നീ അഗ്രചർമ്മിയായി തീർന്നു. അടുത്തത്, നോക്കുക, അപ്പോ നേരെ തിരിച്ചു പൗലോസ് പറയുക, അഗ്രചർമ്മി പ്ലസ് he is obedient to God's law is equal to what? Circumcision. നോക്കിക്കേ, ഈ കാര്യമാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അവിടെ പൗലോസ് അവരോട് പറയുന്നത്, നീ പരിച്ഛേദന ഏറ്റു എന്നതല്ല കാര്യം. പരിച്ഛേദന ഏറ്റു എന്നത് അതിൽ തന്നെ പ്രാധാന്യമില്ല. ശ്രദ്ധിക്കണം എന്റെ വാക്കുകൾ. പരിച്ഛേദന എന്നതിന് അതിൽ തന്നെ പ്രാധാന്യമില്ല. നേരെ മറിച്ച് ദൈവം നീയുമായി ചെയ്ത ഉടമ്പടി ബന്ധത്തിന്റെ അടയാളമാണ് പരിച്ഛേദന. അപ്പൊ ദൈവം നീയുമായിട്ട് ഉടമ്പടി ബന്ധം ചെയ്തെങ്കിൽ നീ പരിച്ഛേദന ഏറ്റോ, ശരിയാണ്, ഉടമ്പടി ബന്ധത്തിന്റെ തെളിവ. പക്ഷെങ്കിൽ ആ ഉടമ്പടി ബന്ധത്തിൽ ദൈവത്തെ നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിന്റെ ജഡത്തിലുള്ള പരിച്ഛേദന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതാണ് സ്വന്തം ജനമാകുന്ന യഹൂദന്മാരോട് ആര് പറയുന്നത്? പൗലോസ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സ്വന്തം ജനമാകുന്ന യഹൂദനോട് ഇതാ പറയുന്നെങ്കിൽ, നമ്മൾ 9, 10, 11 യഹൂദന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, പഠിക്കും. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യഹൂദനെ കുറിച്ച് പറഞ്ഞു വന്നേച്ച് ജാതികളെ നോക്കി പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. സ്വാഭാവിക കൊമ്പിനെ ദൈവം ആദരിച്ചില്ലെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞെളിയാതെ ഭയപ്പെടുക എന്നവരോട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചിഹ്നങ്ങൾ പ്രാധാന്യമുള്ളതാ. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ചിഹ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷെ എപ്പോഴാ പ്രാധാന്യം? അനുസരിക്കുമ്പോഴാ അതിന് പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല. യഹൂദനോട് അതാ പറയുന്നത്. എന്നിട്ട് പ്രിയമുള്ളവരെ, അപ്പോൾ ന്യായപ്രമാണവും പരിച്ഛേദനയും ഒരു കാര്യം അവനോട് ആവശ്യപ്പെട്ടു, നീ ഇത് അനുസരിക്കണം. പക്ഷെങ്കിൽ യഹൂദൻ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. അതായിരുന്നു അവന്റെ പ്രശ്നം. അങ്ങനെ അവൻ അനുസരിക്കാതെ വന്നതുകൊണ്ട് in the following verses there is an extraordinary reversal of roles. എന്തുകൊണ്ടാണ്? പരിച്ഛേദന കിട്ടി പക്ഷെ അനുസരിക്കുന്നില്ല. വേറൊരു ഗ്രൂപ്പ് അവന് പരിച്ഛേദന ഇല്ലെങ്കിലും അവൻ അനുസരിക്കുക. അപ്പൊ ഈ പൗലോസ് പറയുന്ന വിഷയം,
അങ്ങനെയെങ്കിൽ യഹൂദൻ എപ്പോഴും ഹി ഓൾവേസ് സിറ്റ്സ് ഇൻ ജഡ്ജ്മെന്റ് ഓഫ് ജെന്റൈൽസ്. ജാതികളെ ന്യായം വിധിച്ചുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന യഹൂദനെ ന്യായം വിധിക്കപ്പെടുന്നവനായും ജാതികളെ ന്യായകർത്താവാക്കിയും പൗലോസ് അവിടെ എഴുതുകയാ. വായിച്ചേ അടുത്ത വാക്യങ്ങള്. യെസ്. നോക്കുക, നമ്മൾ കണ്ടു 2-ാം അധ്യായം 1 മുതൽ 3 വരെ ഇവൻ ആരെ വിധിച്ചുകൊണ്ടിരിക്കുക? ജാതികളെ വിധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ജാതികളെ വിധിച്ചുകൊണ്ടിരിക്കുന്ന പോൾ ടേൺസ് ദ ടേബിൾ ഓൺ ദ ജ്യൂസ്. യഹൂദന്മാരോട് പറയുക, അപ്പൊ നീ ജാതികളെ വിധിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുകയും എന്നാ പരിച്ഛേദന ഏൽക്കാതെയും ഇരിക്കുന്ന ജാതികൾ നിന്നെ എന്ത് ചെയ്യും? വിധിക്കാൻ പോകുക. ശ്രദ്ധിക്കണേ. അപ്പോൾ ആ കാര്യം പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? എന്തുകൊണ്ടാ പൗലോസ് അത് പറയുന്നത്? അതിനൊരു കാരണം, there is a redefinition of who a true Jew and who is not a Jew. യഹൂദൻ, വാസ്തവത്തിൽ യഹൂദൻ ആരാണെന്നും, യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പ്രൈസ്, ദൈവത്താൽ പ്രശംസിക്കപ്പെടുന്നവനെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെങ്കിൽ വാസ്തവത്തിൽ ദൈവം പ്രശംസിക്കുന്നത് ആരെയാ? അതാ പൗലോസ് പറയാൻ പോകുന്നത്. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. യെസ്. നോക്കുക, ഇവിടെ പൗലോസ് ലീഹ പറയുന്ന ഈ വാക്കുകൾ, ഇറ്റ് ഈസ് ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ ജ്യൂസ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രസ്താവമാണിത്. പൗലോസ് പറയുക, ജാതികൾ നിന്നെ ന്യായം വിധിക്കും. കാരണം എന്നാന്നറിയാമോ? നിനക്ക് ചിഹ്നവും ഒബ്സർവൻസസ് ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും നിന്റെ ഉള്ളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തെ, അല്ലെങ്കിൽ ദൈവം കൊടുത്ത വെളിച്ചമനുസരിച്ച് ദൈവത്തെ സേവിക്കുന്ന ജാതികൾ നിന്നെ ന്യായം വിധിക്കും. കാരണം എന്നാ? പുറമേ ഉള്ളതല്ല പരിച്ഛേദന, പിന്നെയോ അകമേ ഉള്ളതാണ് എന്ത്? പരിച്ഛേദന. പ്രിയമുള്ളവരെ, ഇത് പൗലോസ് പറയുമ്പം നമ്മൾ ചിന്തിക്കരുത് ഇതൊരു പുതിയ കാര്യമാണെന്ന്. ഇത് പൗലോസ് ലീഹ വാസ്തവത്തിൽ പഴയ നിയമ തിരുവഴുത്തുകളുടെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. യഹൂദന്മാരോട് ഈ കാര്യം പറയുമ്പം പൗലോസ് പുതിയ ഒരാശയം അവരോട് പറയുകയല്ല. അതുകൊണ്ടാണ് അനേക യഹൂദന്മാർ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നതിന്റെ കാരണം പഴയ നിയമ തിരുവഴുത്തുകളിൽ ഈ കാര്യം ദൈവം തന്റെ ജനത്തോട് പറയുന്നുണ്ട്. ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 26:4 വായിക്കണം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. സോറി, അതിന്റെ അതെ 26:4. ഒരു മിനിറ്റ്, ലെറ്റ് മീ സീ. സോറി, അതിന്റെ 41-ാമത്തെ വാക്യം. 41-ാമത്തെ വാക്യം. നോക്കുക, ദൈവം അവരോട് പറയുക, പരിച്ഛേദനയില്ലാത്ത ഹൃദയം. ആവർത്തന പുസ്തകം 10:16 വായിച്ചേ. ആവർത്തനം 10:16. നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്വീൻ, ഇനിമേൽ നിങ്ങൾ ദുശാഠ്യമുള്ളവർ ആകരുത്. അവരോട് പറയാ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യും. 30-ാം അധ്യായം ആവർത്തനം 30:6. ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. 30:6.
ആ പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം ആ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയം ആ നിന്റെ സന്തതിയുടെ ഹൃദയവും ആ പരിച്ഛേദന ചെയ്യും. നോക്കുക, ഇവരുടെ ഹൃദയത്തിന് പരിച്ഛേദന ഇല്ലാത്തത് കൊണ്ട് ദൈവം അവരോട് പറയുകയാ, നീയും നിന്റെ സന്തതിയും നിന്റെ ദൈവമായ യഹോവയെ സേവിക്കാൻ തക്കവണ്ണം നിനക്ക് ഞാൻ തന്നെ എന്ത് ചെയ്യും? ഹൃദയ പരിച്ഛേദന തരും. യെരമ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കല്ലായുള്ള ഹൃദയം നിങ്ങളിൽ നിന്ന് നീക്കിയിട്ട് മാംസളമാകുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് തരും, എന്റെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഉള്ളിൽ എഴുതും. കൃപായുഗത്തെ കുറിച്ചുള്ളതാകുന്ന ഒരു പ്രവചനമാണ്. എന്റെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഉള്ളിൽ എഴുതും. അപ്പം ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതപ്പെടുന്ന അകമേ നിന്നുള്ള ആ പരിച്ഛേദന പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവിനാൽ വ്യത്യാസം വന്നവനാണ് വാസ്തവത്തിൽ യഹൂദനെന്ന് ഇവിടെ പൗലോസ്ലീഹ റോമാലേഖനത്തിൽ പറയുകയാണ്. താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് താൻ പറയുകയാണ്. യഹൂദനോട് പറയുകയാണ്, നീ പുറമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാൽ അല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഇവിടെ 4 കാര്യങ്ങളാണ് പൗലോസ്ലീഹ പ്രധാനമായിട്ട് ഈ വേദഭാഗത്ത് യഹൂദന്മാരോട് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, ദ എസൻസ് ഓഫ് ബീയിങ് എ ട്രൂ ജൂ, who may indeed be a Gentile. Ethnically he may be a Gentile, but if that inward transformation has taken place, according to Paul, he is a Jew in the sight of God. അകത്ത് നിന്നും ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദനയേറ്റ് മാറ്റം വന്നവൻ, പൗലോസ് പറയുകയാണ്, ജാതി സംബന്ധിച്ച് അവൻ യഹൂദനല്ലെങ്കിലും അവൻ ആരാണ്? ദൈവസന്നിധിയിൽ യഹൂദന. അപ്പോൾ ഒരു റീഡെഫിനിഷൻ ഓഫ് ഹൂ ട്രൂ ജൂസ് ആൻഡ് ജെന്റൈൽസ് ആർ. ജാതികൾ ആരാ, യഹൂദൻ ആരാ എന്നുള്ളതിന്റെ ഒരു റീഡെഫിനിഷൻ. ഒന്ന്, അകത്ത് നിന്നുള്ളതും പുറത്തൊരു പക്ഷേ കാണാൻ കഴിയാത്തതുമാകുന്ന ഇൻവേർഡ് ആയിട്ടുള്ള, നോട്ട് ഔട്ട്വേർഡ് ആൻഡ് വിസിബിൾ ബട്ട് ഇൻവേർഡ് ആൻഡ് ഇൻവിസിബിൾ, അതുള്ളവനാണ് ആര്? സാക്ഷാൽ യഹൂദൻ. 2, പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ജഡത്തിലുള്ളതല്ല പരിച്ഛേദന, പിന്നെയോ ഹൃദയത്തിലുള്ളതാ പരിച്ഛേദന. 2ാമത്തെ വിഷയം. 3ാമതായിട്ട് പൗലോസ് പറയുകയാണ്, അത് ന്യായപ്രമാണം കൊണ്ടല്ല നടക്കുന്നത്, പിന്നെയോ പരിശുദ്ധാത്മാവിനാലാണ് നടക്കുന്നത്. 3ാമത്തെ കാര്യം. 4ാമതായിട്ട് പറയുകയാണ്, അങ്ങനെ അകമേ യഹൂദനായ, അകത്ത് ഹൃദയപരിച്ഛേദന കിട്ടിയ, പരിശുദ്ധാത്മാവുള്ളിൽ പ്രവർത്തിക്കുന്ന അവന് പുകഴ്ച കിട്ടുന്നത് എവിടുന്ന? മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിങ്കിൽ നിന്ന്. See, the whole thing is turned over. മുഴുവനായിട്ട് പൗലോസ് തിരിച്ചു. എന്നിട്ട് പറയുക, യഹൂദനാരാ, ജാതിയാരാ. എന്നിട്ട് ഇത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഉള്ളിൽ നിന്ന് നിനക്ക് മാറ്റം വന്നില്ലെങ്കിൽ നീയും ദൈവീക ന്യായവിധിക്ക് കീഴിലാണെന്ന് അവനോട് പറയുകയാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മളോടൊന്ന് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. യഹൂദന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇല്ലേ? പ്രിയമുള്ളവരെ, മനുഷ്യരെല്ലാം വി ആർ സോ കംഫർട്ടബിൾ വിത്ത് ദ ഔട്ട്വേർഡ് ആൻഡ് വിസിബിൾ ആൻഡ് സൂപ്പർഫിഷ്യൽ തിങ്സ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വരുമ്പോൾ പുറത്തുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലെന്നല്ല, അത് പിന്നീട് നമുക്ക് പറയാം. എന്നാൽ we are so comfortable with the outward, visible and superficial things. പുറമേയുള്ള കാണുന്നതാകുന്ന ഉപരിപ്ലവമാകുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെ സന്തോഷമാണ്.
നമ്മൾ പല കാര്യങ്ങളിലും പുകഴാറുണ്ടല്ലേ പ്രിയമുള്ളവരെ. എന്നാൽ ദൈവസന്നിധാനത്തിൽ വിലയുള്ളത് എന്താണെന്നറിയാമോ? അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഹൃദയത്തിൽ ശരിക്കും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാ വലിയ വിഷയം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പരിച്ഛേദനയെ കുറിച്ചും അതുപോലെ തന്നെ യഹൂദൻ ആരാണെന്നും ഒക്കെ പൗലോസ് പറയുന്ന ഈ കാര്യം നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാം. വാസ്തവത്തിലുള്ളൊരു ദൈവ പൈതൽ ആരാ? പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് എന്നറിയാമോ? പ്രിയമുള്ളവരെ, പുറമേ ഉള്ളതാകുന്ന ചില ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ അത് ഏറ്റുകഴിഞ്ഞാൽ ദൈവമക്കളായെന്ന ചിന്ത. ഞാൻ വളരെ കൃത്യതയോട് പറയാം. പലരുടെയും ചിന്ത എന്നാണെന്നറിയാമോ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? ദൈവമക്കളായെന്ന്. ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ ദയവായി ശ്രദ്ധയോടെ കേൾക്കണം. പ്രിയമുള്ളവരെ, സ്നാനമെന്ന ആ കർമ്മത്തിന് അതിൽ തന്നെ യാതൊരു ശക്തിയുമില്ല. നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. പലരും ചിന്തിക്കുന്നത് എന്നറിയോ? സ്നാനപ്പെടുന്ന ദിവസം മുതൽ പുതിയ മനുഷ്യനാണെന്ന്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. കൊല്ലാൻ വേണ്ടി ആരെയും കുഴിച്ചിടുന്ന പരിപാടിയുണ്ടോ? കൊല്ലാൻ വേണ്ടി. അത് ഇങ്ങനെയുള്ള ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്നാനത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കും. ഇങ്ങനെയുള്ള മനസ്സിൽ ചിന്തയുള്ളത് കൊണ്ടാ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ സ്നാനപ്പെടാൻ നിന്നപ്പം കൈ മുഴുവൻ മുക്കിയില്ല. എന്നാന്ന് ചോദിച്ചപ്പം മുഴുവൻ മുങ്ങിക്കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം എനിക്കൊരുത്തനോട് ഒരു കണക്ക് തീർക്കേണ്ടതായിട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കൈ പൊക്കി പിടിച്ചേക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടു വന്നേക്കുന്നത് വിഷയം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ സ്നാനം തുടങ്ങിയ പുതിയ ജീവിതം തുടങ്ങുന്നതെന്നാ. അങ്ങനെയല്ല. സ്നാനം തുടങ്ങിയല്ല പുതുജീവിതം തുടങ്ങുന്നത്. പിന്നെയോ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്തായി തീർന്നു? പുതിയ സൃഷ്ടിയായി തീർന്നു. അപ്പൊ കർത്താവിൽ ഒരുവനായി കഴിയുന്ന ആ നിമിഷം തൊട്ട് അവൻ ആരാ? പുതിയ സൃഷ്ടിയാ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. പുതിയ നിയമസഭയിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ചു നോക്കിയാൽ രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെടാത്ത ഒരു സ്പീഷീസ്, ഒരു ഗ്രൂപ്പിനെ കാണാനേയില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നൊരു താല്പര്യം, നമ്മൾ വളരെ കംഫർട്ടബിൾ. ഞാനിത് പലപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനിത് പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ എല്ലാ ആഴ്ചയിലും എഴുന്നേറ്റ് ഈ വാക്യമൊക്കെ പറയുന്നത് കൊണ്ട് അവർക്ക് ഈ സഭാകമ്പം ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരോട് നമ്മൾ പറയും, കുഞ്ഞെ, നീ പാസ്റ്റർ അപ്പച്ചൻ പോകുന്നതിന് മുമ്പേ അങ്ങ് സ്നാനപ്പെടണം, അതുകൊണ്ട് അടുത്ത ആഴ്ച പറയണം എനിക്ക് സ്നാനപ്പെടണം. ആ കുഞ്ഞ് അതുപോലെ വാക്യം പറയുന്ന ലാഘവത്തോടു കൂടെ വാക്യം ഒന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് പറയും. ഞങ്ങളെ പോലെയുള്ള ഉപദേശിമാർക്ക് വി ഹാവ് നോ അതർ ഓപ്ഷൻ. പിടിച്ചു മുക്കുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെങ്കിൽ ഐ ഡോണ്ട് ഡു ദാറ്റ്. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് വരെ അറ്റ്ലീസ്റ്റ് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് പേഴ്സൺ വാസ് ബോൺ അഗെയിൻ, വീണ്ടും ജനിച്ചു എന്ന് ഉറപ്പ് വരുത്താതെ എന്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. പിന്നെ അകത്തുനിന്നില്ലെങ്കിൽ ഐ കനോട്ട് ഹെൽപ്പ് ഇറ്റ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, സ്നാനം എന്നതിന് അതിൽ തന്നെ പ്രാധാന്യമില്ല. ഇവിടെ സർക്കംസിഷനെ പോലെ അല്ല സ്നാനം ഇവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്വേർഡ്ലി ഉള്ള കാര്യം വേണ്ട എന്നുള്ള ചിന്തയല്ല ഇവിടെ വരുന്നത്. യഹൂദനോടുള്ള ബന്ധത്തിൽ അവൻ ആ ചിഹ്നത്തിൽ വളരെ അഹംഭാവമുള്ളവനായിരുന്നു. അവന്റെ ശരീരത്തിലുള്ള ഔട്ട്വേർഡ് സിമ്പൽ, ഇൻവേർഡിന് അവന് പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ സ്നാനജലത്തിൽ മുങ്ങുന്നത്
അതിൽ തന്നെ പ്രാധാന്യമുള്ളതല്ല. നേരെ മറിച്ച് ഉള്ളിൽ നടന്ന വാസ്തവത്തിലുള്ള ഒരാത്മീക അനുഭവത്തിന്റെ പുറമേയുള്ള സാക്ഷ്യവും പ്രഖ്യാപനവുമായിട്ടാണ് സ്നാനം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് പറയുന്നത്. ആ ഭാഗത്ത് പൗലോസ്ലീഹ പറയുന്നത് വിശേഷിച്ച് സ്നാനത്തോടുള്ള ബന്ധത്തിലല്ല പറയുന്നത്. നേരെ മറിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തില് താൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നൊക്കെ പറയുന്ന ഇടത്ത് താൻ ഇങ്ങനെ പറയുന്നു: എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ കാൽവറി മരണത്തിൽ അല്ലെങ്കിൽ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്ന ആ നിമിഷം മുതൽ ഞാനും യേശുവിനോടൊപ്പം മരിച്ചു, എന്റെ പാപത്തിന് പരിഹാരം വന്നു എന്ന് ദൈവം കണക്കിടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും യേശുവിനോടൊപ്പം ക്രൂശിലുണ്ടായിരുന്നു എന്നുള്ള ആത്മീക അനുഭവമാണ് എന്ത്? വീണ്ടും ജനനം. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ ജീവിയായി തീരുന്ന അനുഭവമാണ് വീണ്ടും ജനനം. അകത്തു നിന്നുള്ള മാറ്റം വരാതെ പുറമേ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ നിത്യതയിൽ കാണത്തില്ല എന്നുള്ള കാര്യം ദൈവജനം മറന്നു പോകരുത്. വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ. പലപ്പോഴും ദൈവസഭയിൽ ഇന്ന് സംഭവിച്ചേക്കുന്ന ഏറ്റവും ദുഃഖകരമാകുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചവരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവസഭകളിൽ വീണ്ടും ജനിച്ചവരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും ജനിക്കാതെ പുറമേയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്ത് സഭയുടെ മെമ്പേഴ്സ് ആകുന്നവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. ഉള്ളിൽ മാറ്റമൊന്നുമില്ല, പുറമേ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് സഭയുടെ മെമ്പേഴ്സ് ആകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഞാനൊരു ദിവസം നിങ്ങളോട് പറഞ്ഞതാണ്, കർത്താവ് പറയുന്ന ഒരു ഉപമ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ വിത്ത് വിതയ്ക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, വിത്ത് വിതച്ചു, വിത്ത് വളർന്നു വന്നു, ശത്രു വന്ന് എന്ത് ചെയ്തു? കള വിതച്ചു, കളയും വളർന്നു വന്നു. രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെങ്കിൽ ദാസന്മാര് മനസ്സിലാക്കി, കളയാന്ന് ഫലം കായ്ക്കാൻ തുടങ്ങുന്ന കണ്ടപ്പോ മനസ്സിലായപ്പോ പറഞ്ഞു, എന്ന് പിഴുത് കളയട്ടെ, വേണ്ട, അവിടെ നിൽക്കട്ടെ. കാരണം അത് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതൂടെ പോകും. പ്രിയമുള്ളവരെ, ദുഃഖകരമാകുന്ന ഒരു സത്യ. കാരണം ശരിയായിട്ടുള്ളതിന് വളമായിട്ടും ഗുണമായിട്ടും ശരിയല്ലാത്തതിനെ ചിലപ്പം ദൈവം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിശ്ചയമായിട്ടും ആ നല്ല വിത്തിന്റെ കൂട്ടത്തിൽ നമ്മളായിത്തീരണം. നമ്മുടെ ഔട്ട്വേർഡായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പുകഴുകയും നമ്മൾ ഊറ്റം കൊള്ളുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഇൻവേർഡ്ലി അകത്തുനിന്ന്, ഞാനതാ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് വ്യക്തിപരമായി നമ്മൾ സംസാരിക്കണം. വ്യക്തിപരമായിട്ട് അവരോട് സംസാരിക്കണം. കഴിയുമെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ അതിനുവേണ്ടി സമയം നിങ്ങൾ വേർതിരിച്ച് അവരോട് സംസാരിക്കണം. അവർക്ക് ഉറപ്പ് വരുത്തണം. അവർക്ക് ആ ബോധ്യം ഉണ്ടാകത്തക്ക നിലയിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കാത്ത, വ്യക്തിപരമായി യേശുവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി അവൻ നരകാഗ്നിക്ക് യോഗ്യനാണെന്നും ന്യായവിധിക്ക് കീഴിലാണെന്നുമുള്ള ആ തിരുവചന സത്യം അവർക്ക് ബോധ്യം വരുന്ന നിലയിൽ അവരുമായി സംസാരിക്കണം. പ്രിയമുള്ളവരെ, അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളത് ദൈവം നമ്മളെ കസ്റ്റോഡിയൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവസന്നിധാനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നാമും നമ്മുടെ കുടുംബവും ഇതാ എനിക്ക് തന്ന കുഞ്ഞുങ്ങളെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ
അത് വലിയൊരപരാധമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, പുറമേയുള്ളതാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്യുന്നു. ദൈവമായിട്ട് വ്യക്തിപരമായി 1-to-1 റിലേഷൻഷിപ്പ് നമുക്കുണ്ടോ, അതോ ഒരു സാധാരണ കാര്യം, ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു ക്ലബ് മെമ്പർഷിപ്പ് പോലെയാണോ നമ്മൾ ദൈവസഭയിൽ കൂടി നടക്കുന്നത്? അത് നമ്മൾ വാസ്തവമായിട്ട് ചിന്തിക്കണം. കാരണം സ്വന്തം ജനമെന്ന് പറയുന്ന യഹൂദനെ ദൈവം ആദരിച്ചില്ലെങ്കിൽ, സ്വാഭാവിക കൊമ്പിനെ ആദരിച്ചില്ലെങ്കിൽ, വെട്ടിയെടുത്ത് അങ്ങോട്ട് ചേർത്ത് വെച്ചതിനെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ഞെളിയാതെ ഭയപ്പെടുകയും വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്തെന്ന് നമ്മൾ ഈ രാത്രിയിൽ ഉറപ്പുവരുത്തുകയും ചെയ്യണം. തുടർന്നുള്ളതാകുന്ന കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ പിന്നീട് ചിന്തിക്കാവുന്നതാണ്. സ്തോത്രം. തുടർന്ന് പൗലോസ് 3-ാം അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ യഹൂദൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. ആഹാ, പൗലോസേ, അങ്ങനെയാ? ന്യായപ്രമാണത്തിനും പരിച്ഛേദനയ്ക്കും നീ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ പരിച്ഛേദന എന്നുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനായ യഹൂദൻ. അത് മാത്രമല്ല, അകത്തുനിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് സാക്ഷാലുള്ളതാകുന്ന പരിച്ഛേദന എന്നൊക്കെ നീ പറയുന്നെങ്കിൽ, എന്നാ പിന്നെ ഈ യഹൂദനെന്നുള്ള പേരിനൊക്കെ എന്നാ വിശേഷത? അവരുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് താൻ മറുപടി കൊടുക്കുകയാണ് 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ. താന് ആ കാര്യം തുടങ്ങുന്നു എങ്കിലും അതിന്റെ വിശദീകരണം കൊടുക്കുന്നത് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളില. സ്തോത്രം. അതായത് ആ വാക്യം മാത്രം ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? ന്യായമാകുന്ന ചോദ്യമാ. നീങ്ങി പറയുന്ന രീതിയിലാണ് കാര്യമെങ്കിൽ യഹൂദൻ എന്താ വിശേഷത? പരിച്ഛേദന കൊണ്ട് എന്നാ പ്രയോജനം? പ്രയോജനമില്ലല്ലോ. പൗലോസ് നൽകുന്ന മറുപടി, സകല വിധത്തിലും വളരെയുണ്ട്. ഇത് താൻ പറഞ്ഞു തുടങ്ങുന്നെങ്കിലും വിശദീകരണം കൊടുക്കുന്നത് 9, 10, 11 അധ്യായങ്ങളില്. അത് നമ്മൾ ദൈവം അനുവദിച്ചാൽ പഠിക്കും. അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഈ വേദഭാഗം തുടർന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.